ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത് സെക്കൻഡ് നൈറ്റ്. അതെ അതെ. ഇതും കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ്. ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കണം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാണ്. ഉച്ചയ്ക്ക് പോയി ചെറിയൊരു ഉറക്കമൊക്കെ ഇറങ്ങി കുളിച്ച് റെഡിയായി നേരെ കിച്ചണിലേക്ക് പോയി. ഇത് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ബ്രേക്ക് ഇറങ്ങുമ്പോൾ കഴിക്കാനുള്ള ഒരു ഉടായ്പ് ഫുഡാണ്. അൽദിയിൽ നിന്ന് വാങ്ങിയ റാപ്പാണ്. നമ്മുടെ നല്ല ചപ്പാത്തി പോലെയൊക്കെ ഇരിക്കും. അതൊന്ന് ചൂടാക്കി ബട്ടറൊക്കെ പുരട്ടി ഒരു മുട്ട ഓംലെറ്റൊക്കെ അടിച്ച് അതിൽ കുറച്ച് ടൊമാറ്റോ സോസും ഒരു ചീസൊക്കെ ഒന്ന് വെച്ച് റോൾ ചെയ്തെടുക്കുമ്പം നമ്മുടെ നൈറ്റിലൊക്കെയുള്ള ഫുഡ് റെഡിയായി. രാത്രി 9:30 കഴിഞ്ഞപ്പോൾ തന്നെ റോളൊക്കെ റെഡിയാക്കി ഞാൻ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് മോശമാണ്. പുറത്ത് നല്ല തണുപ്പുമുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ യൂണിഫോം ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകാറ്. ഇന്നൊരു എക്സ്ട്രാ കോട്ടും കൂടെ ഇട്ടു. അങ്ങനെ റെഡിയായി 9:40 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. മഴയപ്പം ചെറുതായിട്ട് തോന്നിയിപ്പുണ്ട്. ഇന്ന് ഡിസംബർ 22 ഞായറാഴ്ചയാണ്. ഇന്നും നാളെയാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്. ഒരു വർഷത്തിൽ ആകെ 2 നൈറ്റ് ഡ്യൂട്ടി മാത്രമാണ് സൂപ്പർ വാലിയിലുള്ളത്. ഡിസംബർ 22 നൈറ്റും 23 നൈറ്റും. അത് കഴിഞ്ഞാൽ ഡിസംബർ 25ഉം 26ഉം ഷോപ്പ് അവധിയാണ്. വർഷത്തിൽ ആകെ 2 ദിവസം മാത്രമാണ് സൂപ്പർ വാലി ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ അയർലൻഡിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ആഘോഷമാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ തന്നെ ഡിസംബർ 23ഉം 24ഉം ഏറ്റവും കൂടുതൽ സെയിലുള്ള സമയം. സൂപ്പർ വാലി ക്ലോസ് ചെയ്യുന്നത് രാത്രി 10 മണിക്കാണ്. ഞാൻ നേരെ കസ്റ്റമർ എൻട്രൻസ് വഴി കയറി ക്ലോക്കിങ് ചെയ്തിട്ട് നേരെ ലോക്കറിലേക്ക് പോയി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായതിനു ശേഷം നേരെ ബേക്കറിയിലേക്ക് പോയി. ഇതാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓർഡർ ലിസ്റ്റ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ക്രിസ്മസ് ആയിട്ട് നമ്മളിവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാത്തോസ്, ലോക്സ്, പേസ്ട്രീസ്, പിന്നെ മിലേഫിലെ, പൗലോവ, പൈ, ടാർട്ട്, സിസ്റോള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്കാണ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തത്. 2 മണിയായപ്പം ബ്രേക്കിനിറങ്ങി നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. ഇപ്പോൾ അതാ 2:15 വെളുപ്പങ്കാലം 2:15 ഞാനാണ് ആദ്യം ബ്രേക്ക് ഇറങ്ങിയത്. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ വരുന്നേ ഉള്ളൂ. ഞാൻ എന്നത്തെയും പോലെ ഒരു മിൽക്ക് കോഫിയും പിന്നെ ഞാൻ കൊണ്ടുവന്ന റാപ്പ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി ഒന്ന് കഴിച്ചു. ഉടായ്പ റോളാണെങ്കിലും ചൂടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക് അരമണിക്കൂറാണ്. കോഫിയെ കുടിച്ചതിന് ശേഷം നേരെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം തിരിച്ച് ഡ്യൂട്ടി കയറി. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ സ്റ്റാഫിനും നമ്മുടെ ഹെഡ് ഷെഫ് റെഡ് ബുള്ളൊക്കെ മേടിച്ചു തന്നായിരുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് സോസേജ് റോളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഷോപ്പിലേക്കുള്ള ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് കസ്റ്റമറിൻ്റെ ബർത്ത്ഡേ കേക്ക് ഓർഡറാണ്. അങ്ങനെ ഇടയ്ക്ക് വരെ റെഡ് ബുള്ളൊക്കെ കുടിച്ചിട്ട് ഓർഡറൊക്കെ പെട്ടെന്ന് ചെയ്തതിന് ശേഷം രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി. സൂപ്പർ വാലി രാവിലെ ഓപ്പൺ ചെയ്യുന്നത് 7 മണിക്കാണ്. ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഇട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഷോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടേക്കുവാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ നൈറ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. 22-ാം തീയതി നൈറ്റ് കഴിഞ്ഞ് 23-ാം തീയതി രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇന്ന് രാത്രി വീണ്ടും നൈറ്റ് ഉണ്ട്. അനീഷ് ചേട്ടൻ ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് സെക്കൻഡ് നൈറ്റ്. ഇതും കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കണം. അങ്ങനെ നൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അനീഷേട്ട് എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസം നൈറ്റ്? അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അയർലൻഡ് എന്നിട്ട് ആദ്യമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? ക്രിസ്മസിന്റെ അവസാനത്തെ ഡ്യൂട്ടിയാണ്. ഇനി 2 ദിവസം നമുക്ക് ലീവാണ്. അടുത്ത ഇനി ന്യൂ ഇയറിന് പൊളിക്കണം. ന്യൂ ഇയറിന് നൈറ്റ് ഇല്ല, പക്ഷെ നമ്മള് ന്യൂ ഇയറിന് ഇതുപോലെ ചെറിയൊരു തിരക്കുണ്ടാവും. ഓക്കെ, അപ്പൊ ശരിയെന്നാ എല്ലാവർക്കും ബൈ ബൈ.